രൂപയുടെ ബിസിനസ് ആണ് ഇവർ പോലെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കൊന്നുകളച്ചേക്കവര്. അതാണ് പഴയ വോയിസ്. പുതിയ വോയിസ് എന്ന് പറഞ്ഞാൽ ഓ അട്ടച്ചാരായ കൊണ്ട് നാറ്റിച്ച്. അതാണ് പുതിയ വോയിസ്. അത് മറ്റേ ഓ എന്താണ്, നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. ഓ ഇതിനിടക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ഞാൻ പണ്ട് മിമിക്രി ചെയ്യുമ്പോ മറ്റേ കെ എം മാണിയും ഇയാളും തമ്മിലുള്ള വ്യത്യാസം അയാൾ ഇത് തന്നെയാണ്. ബഡ്ജറ്റ് ഒരുപാട് ബഡ്ജറ്റ് ഉണ്ട്. ആ സൗണ്ട് ഇയാളുടെ സൗണ്ട് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി എല്ലാം ഉണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, മിമിക്രി ഉണ്ട്, വരക്കലുണ്ട്, ആക്ടിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഡാൻസ് ഒക്കെ ഉണ്ട്. വേറെ ഞാൻ മുമ്പൊക്കെ ചേർന്ന് ഇപ്പൊ ടച്ച് വിട്ടേ. ഇപ്പൊ നമ്മുടെ എസ് ജാനകിയുടെ സൗണ്ട് ഉണ്ട്. അത് കാണാതെ നേരത്തു നിന്നിൽ മുന്നിൽ ചാമരം വേഷി നിൽപ്പൂ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാ. മറ്റേ സാമ്പാറാണോ അവിയലാണോ ഒന്നും ചിലപ്പോ സാമ്പാറായിരിക്കും. ചിലപ്പോ സാമ്പാറായിരിക്കും. അല്ല ഒരു ബാറും കൂടി ചേർത്താ മതിയല്ലോ എന്റെ പേര്. മോനെ നീ കൊള്ളാലോ എന്ന് പറയണ്ടേ. ബർത്ത്ഡേ സ്പെഷ്യൽ നമ്മുടെ ഹരിഷേട്ടൻ പറയുന്നത്. കമൽ പറയണ്ടേ ബ്രദർ യു ക്യാൻ ട്രൈ സൂപ്പർ സിംഗർ സി തമിഴ് ടിവി എന്ന് പറയണ്ടേട്ടാ. സ്റ്റാർ സിംഗർ പോയിട്ട് കിട്ടിയില്ല. പോയിട്ടില്ല ദുഷ്ടന്മാര്. എന്നിട്ട് പാടാൻ മര്യാദക്ക് അറിയാത്ത പാട്ട് പഠിക്കാത്തവരെ പോലെയാണ് എടുത്തേക്കണത്. എന്താടാ പാടാൻ എന്താണ് അത്യാവശ്യം അറിയാം, എന്നാലും പാട്ട് ഇതുവരെ പഠിക്കാത്ത ആൾക്കാരെയാണ് കൂടുതലും എടുത്തേക്കണത്. പാട്ട് പഠിക്കാത്തവര്. ഞാൻ 8 കൊല്ലം പഠിച്ച്. അവരെന്താ റീസൺ ഒന്നും പറഞ്ഞില്ലേ എന്താണെന്നൊന്നും? ഇല്ല, റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല. അവര് സെലക്ട് ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. ഇല്ലെന്നാ പറഞ്ഞത്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. ഇങ്ങനെ കിടക്കണേനല്ലേ ഒരു പി സി ജോർജിന്റെ സൗണ്ട്. അതിന്റെ പൊന്നു പി സി ജോർജ് വിജയ് സൗണ്ടാ. വിജയ് സൗണ്ട് ഒന്നും നമുക്ക് വിജയ് സൗണ്ട് നമുക്ക് പറ്റിയതില്ല. ട്രൈ ചെയ്തിട്ട് അടുത്ത ലൈവ് കാണിച്ചു തരാം. ഡയലോഗ് വിജയ് ഫാനൊക്കെ തന്നെയാണ്, പക്ഷെ വിജയ് ഫാനാണ്, പക്ഷെ ഡയലോഗ് ഒന്നും കൃത്യമായിട്ടൊക്കെ ഒന്നും ഓർമ്മയില്ല. മറ്റേ എന്താണ് അത് എന്നടാ സുന്ന് എന്താണ് അങ്ങനെ എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ. അങ്ങനെ എന്തൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം ചത്തിയിലൊക്കെ എന്ന് പറയാ അച്ഛന്റെ കൈവെട്ടിയവനവൻ, ജഗത്താന്റെ വണ്ടിയും കൂടി നടക്കുന്നവൻ, അവന് മാപ്പില്ല. ഒരു ഡയലോഗ് മുമ്പ് കയറുത്. വിശന്നു വലഞ്ഞു വന്നവര് ഒരു നേരത്തെ ആഹാരം തന്നവൻ, അവളാണ് ഏറ്റവും വലിയ സ്ത്രീധനം ഒക്കെ പറഞ്ഞ് മുമ്പ് ചേർന്ന്. പിന്നെ നമ്മുടെ ഞാനേ മുമ്പ് ചെയ്തോണ്ടെന്ന് വെച്ചാൽ എന്താണ് ഒരു നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ കണ്ണാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യനെറ്റില്. അതില് ഞാൻ കണ്ണുകടി എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ആക്കിയെടുക്കും. എന്നിട്ട് മാന്യ പ്രേക്ഷകർക്കും കണ്ണുകടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിനിമാ നടന്മാരുടെ ഫുട്ബോൾ ക്യാമ്പിലേക്കാണ്. അവിടുത്തെ പ്രസിഡന്റായ ഇന്നസെന്റ് ചേട്ടനോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം. എന്നിട്ട്
ഞാൻ ഇവിടുത്തെ അമ്മയുടെ പ്രസിഡന്റ്